ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ടൂർ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. വീട്ടുകാരറിയില്ല കേട്ടോ, ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഒറ്റയ്ക്ക് ഞങ്ങളൊന്ന് ടൂർ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് കാണാം. കോഴിക്കോട്ടേക്കാട്ടോ ടൂർ പോകണത്. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് കാണാം. വീട്ടുകാരുടെ ഒപ്പം അല്ലാതെ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഒരു പുറത്തേക്ക് പോക്ക് ടൂറായിട്ട്. ഞങ്ങൾ അങ്ങനെ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാനും ജ്യോതി ചേച്ചി, ദൃശ്യ, ശ്രുതി, ഹരിത, ലേഖ എത്താൻ കുറച്ച് വൈകി. ഞങ്ങൾ ബസ് വന്നപ്പോഴാണ് അവൾ എത്തിയത് കേട്ടോ. അപ്പോൾ പിന്നെ അവളെ ആദ്യം ഫോട്ടോയിലൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ ബസ് കയറിയിട്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. രാവിലെ 6:30-ക്ക് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. 6:30-6:45 ആയത്തേക്ക് ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. 7 മണിക്കാണ് ബസ് വന്നത്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി പോവുകയാണ്. നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബസ്സിലൊക്കെ കയറി പോവുകയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അരൂർ സീറ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇരുന്നായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും കിട്ടിയില്ല. ബസ്സിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഫ്രണ്ടിലുള്ള സീറ്റാണ് കിട്ടിയത്. സൈഡ് സീറ്റില്ലേ, അതാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി. എനിക്കൊന്നും അധിക ദൂരം യാത്ര ചെയ്യാൻ കഴിയില്ല. ഞാനാകെ ഛർദ്ദിച്ച് കുഴങ്ങി ആകെ ആവശ്യമാവും കേട്ടോ. പക്ഷെ എന്നാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെന്താ ഞങ്ങൾ അവിടെ എത്തി. പിന്നെ അവിടെ എത്തി കോഴിക്കോട് ഇവിടെ എത്തി ബസ് സ്റ്റാൻഡിലെത്തി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ അടുത്ത ബീച്ചിക്ക്, അവിടെ നിന്നൊരു ബീച്ചിക്ക് പോകാം കേട്ടോ. തീരം ബീച്ചിക്കാണ് പോകുന്നത്. അവിടെ ചെറുതായിട്ടൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർക്ക് എന്ന് പറയാൻ പറ്റില്ല, നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. നല്ല രസമുണ്ട് അവിടെ കാണാൻ. അപ്പോൾ ആയിക്കൂടെയൊക്കെ നടന്ന് കുറേ നേരം നടന്ന് പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ കുറച്ച് നേരം അവിടെ കടലിലൊക്കെ പോയി കുറച്ച് നേരം ആയിക്കൂടെയൊക്കെ നടന്ന്. കാര്യമായിട്ട് ഫോട്ടോസാണ് കൂടുതൽ അവിടെ നിന്ന് എടുത്തത്. അതിന് വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ നമ്മൾ പോകുന്നത്. അതാണ് മെയിനായിട്ട് ഫോട്ടോ എടുക്കുകയാണ് എല്ലാവരും. ആയിക്കൂടെയൊക്കെ നടന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. തീരം ബീച്ച് എന്തായാലും അടിപൊളിയാണ്. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടുത്തെ വ്യൂ ഒക്കെ നല്ല ഭംഗിയായിട്ടോ കാണാൻ. അവിടെ നല്ല വൃത്തിയുണ്ട് അവിടെ എന്തായാലും. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോരുകയാണ്. അവിടെ നിന്ന് പോന്ന് പിന്നെ ഞങ്ങൾ നേരെ മിഠായി തെരുവിലേക്കാണ് പോയത്. അവിടെ എത്തി പിന്നെ സമയം പോണത് അറിയില്ലല്ലോ. എന്തായാലും ഞങ്ങൾ ഒരു വെയിലൊക്കെ ആവണേൻ്റെ മുന്നേ തന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ പോന്നിട്ടുണ്ട് തീരം ബീച്ചിൽ നിന്ന്. പിന്നെ ഒരു 11 മണി ഒക്കെ ആയപ്പോൾ പിന്നെ ഞങ്ങൾ മിഠായി തെരുവിലെത്തിയ പിന്നെ അറിയാലോ അവിടുത്തെ കാര്യങ്ങൾ. മിഠായി തെരുവിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ എത്രത്തോളം തിരക്കും കാര്യങ്ങളും ഉണ്ടെന്നൊന്നും അറിയില്ല. പിന്നെ എനിക്ക് അപ്പോഴേക്കും ആകെ ഒരു സുഖമില്ല, വയ്യാണ്ട് ഈ തലമിന്നെ എന്തൊക്കെയോ അങ്ങനെ ഒരു അസ്വസ്ഥത കേട്ടോ. അപ്പോൾ പിന്നെ വേഗം പോയി ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ കുട്ടികൾക്കുള്ളതൊക്കെ ഇങ്ങനെ നോക്കി. ഒരുപാട് കടകളല്ലേ, അപ്പോൾ ഓരോ കടയിലും കയറി ഇറങ്ങി പോന്നപ്പോഴേക്കും ഒരുപാട് സമയം. ഞങ്ങൾ കുറച്ച് നേരത്തെ കൊണ്ട് വല്ലാണ്ട് തിരക്കും കാര്യങ്ങളും ആയിട്ടില്ല. എന്നാലും ഉണ്ട്, തിരക്കൊക്കെ ഉണ്ട്. ചെരുപ്പ് പിന്നെ ഞങ്ങൾ കുറച്ച് ഒപ്പമുള്ള ആൾക്കാർ ചെരുപ്പൊക്കെ ഇങ്ങനെ വാങ്ങി. പിന്നെ ഞങ്ങൾ കുഴങ്ങി അവിടെ ഇരിക്കുക കേട്ടോ. നടന്നിട്ട് ആകെ വയ്യാതെയായി. പിന്നെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പോകുന്ന ഒരു മണിയൊക്കെ ആയി. പിന്നെ ഞങ്ങൾ അപ്പോൾ അവിടുന്ന് 11 മണിക്ക് മിഠായി തെരുവിൻ്റെ ഉള്ളിൽ കയറിയതാണ്. പിന്നെ 1 മണി 1:30 ആണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ അടുത്ത ബീച്ചിക്ക് പോയി, കോഴിക്കോട് മെയിൻ ബീച്ചിക്ക് പോയി. അവിടെ നല്ല ഭംഗിയുള്ള സ്ഥലം, നല്ല രസമുണ്ട് കേട്ടോ അവിടെയൊക്കെ കാണാൻ. അവിടെ പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴെത്തിയത്. നല്ല വെയിലായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ പോയത്, അടുത്ത ആ ബീച്ചിക്ക് ഇറങ്ങിയത് തന്നെ. അപ്പം അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്, നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാക്കേനെ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ തോന്നി. കണ്ടോ, അതിൻ്റെ കഴുത്തിലെ തൂവലില്ലാത്ത കണ്ടാലേ കഴുകണ പോലെ തോന്നും. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് അതിനെ കുറച്ച് നേരമൊക്കെ വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി. പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങളൊരു 4 മണി 5 മണി ആയിട്ടാണ് ബസ്സിൽ കയറിയത്. അപ്പോഴേക്കും ഞങ്ങൾ പിന്നെ വേഗം പോകുന്നു. വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും നേരം വൈകി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.